മലബാറിന്റെ വിനോദസഞ്ചാര മേഖലയ്ക്ക് പുതിയ മാനങ്ങൾ നൽകി ടീം ഐലൻഡ് ഉല്ലാസ നൌക പ്രയാണം തുടങ്ങുന്നു. ചാലിയാറിന്റെ വശ്യമായ തീര സൌന്ദര്യം ആസ്വദിക്കാൻ എല്ലാ സജ്ജീകരണങ്ങളോടും കൂടിയാണ് ജലയാന പദ്ധതിക്ക് തുടക്കം കുറിക്കുന്നത്. വിനോദസഞ്ചാര മേഖലയ്ക്ക് ഉണർവേകുന്ന ജലയാത്രാ പദ്ധതി മലബാറിലും എത്തി. ചാലിയാറിന്റെ വശ്യമനോഹര തീരങ്ങൾ ആസ്വദിക്കാൻ കൊളത്ര ചുങ്കത്തെ ടീം ഐലൻഡ് എന്ന ഗ്രൂപ്പാണ് ജലയാനം നീറ്റിൽ ഇറക്കുന്നത്. പുഴയുടെ ഇരുകരകളും കണ്ട് വലിയമാട് തുരുത്തിൽ പ്രത്യേകം തയ്യാറാക്കിയ ഫുഡ് ഹട്ടിൽ ഭക്ഷണം കഴിച്ച് ഒഴിവുദിനം ചെലവഴിക്കാനുള്ള പദ്ധതികളാണ് ടീം ഐലൻഡ് ഒരുക്കുന്നത്. 40 പേർക്ക് ഒരുമിച്ചിരുന്ന് ഈ ബോട്ടിൽ യാത്ര ചെയ്യാം. വിനോദസഞ്ചാരികൾക്ക് 1 മണിക്കൂർ, 3 മണിക്കൂർ, 6 മണിക്കൂർ പാക്കേജുകളാണ് ഉള്ളത്. രാവിലെ 10-ന് ചുങ്കത്തെ കളവിൽ നിന്നും ആരംഭിക്കുന്ന യാത്ര അഴിഞ്ഞിലം, പത്തായപ്പാറ, മൂർക്കനാട്, അറപ്പുഴ, മണക്കടവ് വഴി 11:30 ഊർക്കടവിൽ സമാപിക്കും. തിരികെ ഉച്ചയ്ക്ക് 1:30 ഫുഡ് ഹട്ടിൽ തിരിച്ചെത്തി ഉച്ചഭക്ഷണ ശേഷം ചെറുവണ്ണൂർ ജെല്ലി ഫിഷ്, സ്റ്റാൻഡേർഡ് ഓട്ട് കമ്പനി, പുതിയ പാലം, ഫറോക്ക്, മെറീന കൺവെൻഷൻ സെന്റർ, ചീർപ്പുപാലം, ബേപ്പൂർ തുറമുഖം, പുലിമുട്ട്, ചാലിയം, കരുവൻതുരുത്തി വഴി വൈകിട്ട് 5 തിരിച്ചെത്തും. ചാലിയാറിന്റെ ഒഴുക്കും വേലിയേറ്റവും വേലിയിറക്കവുമെല്ലാം കണക്കിലെടുത്ത് എല്ലാ സുരക്ഷാ മാനദണ്ഡങ്ങളും പാലിച്ചാണ് ബോട്ട് നിർമ്മിച്ചതെന്നും തട്ടേക്കാട് ദുരന്തത്തിനു ശേഷം ബോട്ട് നിർമ്മാണത്തിൽ സർക്കാർ നിർദ്ദേശിച്ച സുരക്ഷാ ക്രമീകരണങ്ങളെല്ലാം പാലിച്ചിട്ടുണ്ടെന്നും ടീം ഐലൻഡ് സാരഥികളായ കളത്തിൽ മമ്മുണ്ണിയും കളത്തിൽ സിദ്ദിഖും പറഞ്ഞു. ബോട്ട് ഇടിക്കുക അല്ലെങ്കിൽ വെള്ളം കയറുകയോ ചെയ്താൽ ആ കള്ളിയിൽ മാത്രമേ വെള്ളം നിൽക്കുകയുള്ളൂ. ബോട്ട് നിർത്തേണ്ട ആവശ്യമോ അല്ലെങ്കിൽ യാത്രക്കാർക്ക് അതുപോലെ ഇറക്കിയിട്ടോ അല്ലെങ്കിൽ മറ്റുള്ള പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടാവില്ല. ആ വെള്ളം ആ കള്ളിയിൽ മാത്രമേ നിൽക്കുകയുള്ളൂ. ബോട്ട് ഓടി വന്ന് യാത്രക്കാരെ സുരക്ഷിതമായി ഇറക്കിയതിന് ശേഷം മാത്രം വെള്ളം പുറത്തേക്ക് ഒഴുകാനുള്ള സംവിധാനം ഇതിനകത്തുണ്ട്. അത് യാത്രയിൽ തന്നെ സംഭവിച്ചാൽ പോലും അതിനുള്ള ഓരോ പമ്പുകളും ഇതിനകത്ത് സജ്ജീകരിച്ചിട്ടുണ്ട്. അതാണ് ഇതിന്റെ പ്രത്യേകത. വിനോദസഞ്ചാരികളുടെ സുരക്ഷയ്ക്കായി 46 ലൈഫ് ജാക്കറ്റുകളും സജ്ജീകരിച്ചിട്ടുണ്ട്. 4 അറകളോടെയുള്ള അടിഭാഗവും ബോട്ടിന്റെ പ്രത്യേകതയാണ്. ഭക്ഷണത്തിനായി തുരുത്തിൽ തന്നെ വളർത്തുന്ന നാടൻ കോഴിയും താറാവും പച്ചക്കറികളും ഉപയോഗിക്കും. പുഴയിൽ നിന്നും പിടിക്കുന്ന മത്സ്യവിഭവങ്ങളും സുലഭമാണ്. ടീം ഐലൻഡിന്റെ വിനോദസഞ്ചാര പദ്ധതി മെയ് 8-ന് MK രാഘവൻ MP ഉദ്ഘാടനം ചെയ്യും. ഉല്ലാസ നൌകയുടെ പ്രഥമ പ്രയാണം VKC മുഹമ്മദ് കോയ MLA ഫ്ളാഗ് ഓഫ് ചെയ്യും. കായൽ കേന്ദ്രീകരിച്ചുള്ള ബോട്ട് സർവീസും വിനോദസഞ്ചാരവും നമുക്കൊക്കെ സുപരിചിതമാണ്. എന്നാൽ നദികൾ കേന്ദ്രീകരിച്ചുള്ള ബോട്ട് സർവീസിനും വിനോദസഞ്ചാരത്തിനും തുടക്കം കുറിക്കുകയാണ് ടീം ഐലൻഡ് എന്ന പുതുസംരംഭകർ. ഇതിലൂടെ കൊളത്ര എന്ന ഈ കൊച്ചു ഗ്രാമവും കേരളത്തിന്റെ ടൂറിസം ഭൂപടത്തിലേക്ക് എത്തുകയാണ്. ക്യാമറാമാൻ രാഹുൽ മക്കടയ്ക്കൊപ്പം നിഷിത സുരേഷ്, ACV ന്യൂസ്, കോഴിക്കോട്.